നമ്മൾ ഓരോ സിനിമ കാണുന്ന സമയത്തും ഓരോ സിനിമയും നമുക്ക് തരുന്നത് ഓരോ എക്സ്പീരിയൻസ് ആണ്. എന്നാൽ അതിരടി എനിക്ക് വളരെ നീറ്റായിട്ടുള്ള ഒരു സെലിബ്രേഷൻ മൈൻഡ് സെറ്റൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് തന്നത്. പക്ഷേ സിനിമയുടെ പേര് കണ്ടിട്ട് ഒരിക്കലും ഒരു അടിപ്പടമാണെന്ന് കരുതിയിട്ട് പോകരുത്. ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നു. ഞാൻ നല്ലൊരു മൈൻഡ് സെറ്റിലൊന്നുമല്ല പോയി കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോയിട്ട് ഒരുപാടായി. പക്ഷെ എന്നിട്ട് പോലും ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാരണം. ഈ സിനിമയുടെ ആദ്യത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് ഈ സിനിമയുടെ തിരക്കഥ, അല്ലെങ്കിൽ ഇത് എഴുതിയതാണ്. പിന്നെ ഞാനിതിലൊരു സ്പോയിലറും പറയുന്നില്ല, അതും കൂടി ഞാൻ മെൻഷൻ ചെയ്യുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ തുടക്കം വളരെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു സംഭവം പോലെ പല സീൻസും അനുഭവപ്പെട്ടിരുന്നു. അതായത് ഒരു ഫ്ലാഷ് ബാക്കിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ആ ഒരു 5 മിനിറ്റ് ഒരുപാട് ഒരു ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഒരു അമേച്ചർ പാറ്റേണിലുള്ള ഒരു ഡയറക്ഷനും പരിപാടിയൊക്കെ ഫീൽ ചെയ്തെങ്കിലും പിന്നീട് സിനിമ അങ്ങോട്ടേക്ക് കത്തിക്കയറുക ചെയ്തത്. കുറച്ച് സംഭവങ്ങളൊക്കെ സിനിമയ്ക്ക് ഒരു ഇമ്പാക്റ്റിനും ഒരു സിനിമാറ്റിക് ആക്കാൻ വേണ്ടിയും ചെയ്തപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് വർക്കാവാത്ത പോലെ തോന്നിയിരുന്നു. മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു കോളേജ് പശ്ചാത്തലമുള്ള ആ ഒരു മികച്ച മൂവിയിലേക്കാണെന്നുള്ള കാര്യം പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും തിരക്കഥ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് നല്ലൊരു സ്ക്രിപ്റ്റിംഗ് ആണ്. അതായത് നമ്മളിതുവരെ കാണാത്തൊരു സിനിമയൊന്നും അല്ല അതിരടി. ഇതിനു മുമ്പും പല പാറ്റേണിൽ ഈ സാധനം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ ഇതിലേകദേശം 3 ക്യാരക്ടേഴ്സോളം വരുന്നുണ്ട്. അതായത് ബേസിൽ വരുന്നുണ്ട്, ടൊവിനോ വരുന്നുണ്ട്, വിനീത് ശ്രീനിവാസൻ വരുന്നുണ്ട്, അതുകൂടാതെ ഒരുപാട് ആക്ടേഴ്സ് വരുന്നുണ്ട്. ഇവരെല്ലാവരും ഗംഭീരമായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ വെറുതെ വന്നു പോകുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്തില്ല. നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഒരു സിനിമയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ് ഇയാൾക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്നൊക്കെയുള്ളത്. സിമ്പിളായിട്ട് വരുന്നൊരു ഹിന്ദിക്കാരന് വരെ പലതും ചെയ്യാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ മാഷുമാരന് വരെ പലതും ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ക്രീൻ പ്ലേൻ്റെ കേസ് എനിക്ക് ഭയങ്കര ബാലൻസ് ചെയ്തിട്ട് ഒരു 3 കഥാപാത്രങ്ങൾക്കും വേണ്ടി എഴുതിയതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. ആ ഒരു 3 കഥാപാത്രങ്ങളും നല്ല രീതിയിൽ തന്നെ അത് പെർഫോം ചെയ്തു. അടുത്തതായിട്ട് ഞാൻ വരുന്നത് ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ കാസ്റ്റിംഗ് ചെയ്തവൻ കിട്ടില്ല ചങ്ങായ്യ. എന്താണെന്ന് വെച്ചാൽ ബേസിലെ കഥാപാത്രം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉള്ളൊരു കഥാപാത്രം ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ക്രിഞ്ചടിക്കും. അങ്ങനെയുള്ള കഥാപാത്രമാണ്. പക്ഷേ അത് ബേസിൽ കിട്ടില്ലനായിട്ട് പിടിച്ചു എന്നുള്ള കാര്യം ഒന്നാമത്തത്. പിന്നെ രണ്ടാമത്തത് ടൊവിനോനെ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് എന്ന് നിൻ്റെ മൊയ്തി എന്ന് പറഞ്ഞ സിനിമയിലാണെങ്കിലും കുറച്ചുകൂടി നല്ല അറ്റൻഷൻ ആളിലേക്ക് വരുന്നത് സ്റ്റൈൽ എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു. അപ്പോൾ അതിലൊരു സീനുണ്ടല്ലോ, ആളുടെ ആ ഒരു സ്വാഗും പരിപാടിയൊക്കെ, അതൊക്കെ മാക്സിമം പിടിക്കാൻ വേണ്ടി തന്നെ തോന്നി. എവിടേക്കോ സ്റ്റൈലത്തെ ഒരു ടൊവിനോനെ പോലെ എനിക്കിതിൽ ഫീൽ ചെയ്തായിരുന്നു. പിന്നെ മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ സാധാരണ പുള്ളിക്ക് കിട്ടുന്ന ഒരു സേഫ് സോണായിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ആൾ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ നമ്മുടെ മറ്റേ പുള്ളിയുണ്ടല്ലോ, ഡയറക്ടർ അക്കച്ചെറുക്കൻ, തന്തേക്കാ മോശം എന്നൊക്കെ പറയുന്ന ആ പുള്ളി ഇതിലൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. പുള്ളീനൊക്കെ വളരെ നന്നായിട്ടാണ് പുള്ളീനൊക്കെ ഇതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് സത്യത്തിൽ ആശ്ചര്യം തോന്നിയൊരു കാര്യമാണ്. അതിൽ ബിറ്റ്വീൻ ഓരോ കഥാപാത്രമാണെങ്കിലും ആരും മുഴച്ച് നിൽക്കുന്നത് പോലെ ഒന്നും എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇതിലൊരു ഗസ്റ്റ് റോൾ കൂടി വരുന്നുണ്ട്. ആ ഒരു ഗസ്റ്റ് റോൾ വന്ന സമയത്ത് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ്, അതുവരെ ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു കൂട്ട ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. പക്ഷേ ആ ഗസ്റ്റ് റോൾ വന്നപ്പോൾ ഉണ്ടല്ലോ, ആ തിയേറ്റർ അങ്ങോട്ടേക്ക് ഇളകി മറിഞ്ഞ്. ആ ഗസ്റ്റ് റോളിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, പക്ഷെ എന്നാലും ആ ഒരു സിനിമയുടെ മൂഡ് ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ എത്തുന്ന സമയത്ത് നല്ല രീതിയിൽ പോയെങ്കിലും സെക്കൻഡ് ഹാഫിൽ എത്തുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് മൂമെൻ്റൊക്കെ കുറച്ചൊന്ന് സിനിമ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഹൈ തരും, പിന്നെ ഒരു ലോ തരും, പിന്നെ ഒരു മീഡിയം തരും, പിന്നെ ഹൈ തരും, ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഗ്രാഫിൻ്റെ എണ്ണം നോക്കുമ്പോൾ ആ ഒരു ഗസ്റ്റ് റോൾ വന്നതിന് ശേഷം ഈ ഗ്രാഫ് ഒരു കുത്തനൊരു പോക്ക് പോകുന്നുണ്ട്. അത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. പക്ഷേ അയാൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ളത് വേറൊരു സംഭവം. പക്ഷേ ആസ് എ എൻ്റർടൈനർ, അല്ലെങ്കിൽ ഒരു എൻ്റർടൈനർ പടം എന്നുള്ള രീതിയിൽ നോക്കി കാണുന്ന സമയത്ത് അത് കറക്റ്റായിട്ടുള്ളൊരു പ്ലേസ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഇത് രണ്ടും ഞാൻ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ച 2-3 എലമെൻറ്റ്സ് ഉണ്ട്. ഇതിൽ നമ്മളുടെ ടൊവിനോനെ കാണിക്കുന്ന സമയത്ത് ഒരു രാവണൻ്റെ ബാക്കിലുള്ളൊരു 4 തല പോലെ, ഒരു 10 തല പോലെയുള്ളൊരു സാധനമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കിടിലനായിരുന്നു. അയാളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് ആ ഒരു ഫ്രെയിമിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലൊരു ഘട്ടത്തിൽ ഒരു കിളിയെ പറ്റി പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് രസമുള്ളൊരു സാധനമാണ്. ബേസിൽ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കിളി ബാക്കിലൂടെ പറന്നു പോകുന്നൊരു സീക്വൻസ് വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. പക്ഷേ വളരെ മൈന്യൂട്ടായിട്ടുള്ള സാധനമാണ്. ഇതിനി ഡയറക്ടർ ബ്രില്യൻസ് ആണോ, അല്ലെങ്കിൽ ആളത് മനഃപൂർവ്വം ചെയ്തതാണോ, അല്ലെങ്കിൽ ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കിളി എന്നിലൂടെ പറന്നു പോയപ്പോൾ എനിക്കത് കണക്റ്റ് ആയതാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ എന്താണെങ്കിലും ഫ്രെയിമിൽ വന്നപ്പോൾ ആ സംഭവം രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഒരു നെഗറ്റീവ് നല്ല രസം ഉണ്ടായിരുന്നു. എന്നാൽ പോലും നമ്മുടെ പുലിമുരുകൻ പോലെയുള്ള കുറച്ച്
തള്ള് സീക്വൻസുകളും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇത് കംപ്ലീറ്റ്ലി ഈ ഒരു സിനിമ പാക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എന്താ പറയുക, ഫേസ്ബുക്ക് വാസ് ഇൻസ്റ്റഗ്രാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ക ഒരു യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ. ഇതിലെ ടൊവിനോൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ ഒരു ഫേസ്ബുക്ക് അമ്മാവൻ സെറ്റപ്പാണ്, നേരെ മറിച്ച് ബേസിലാണെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം ജെൻസി ആ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷാണ് സിനിമ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു അടിയും പിടിയും ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിരാശയായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾക്കൊരു പക്ക ഒരു കിടിലം ഫീലുള്ള കുറച്ച് തമാശയും, നിങ്ങളൊരു 2.5 മണിക്കൂർ ഇരുന്നിട്ട് ഒരു കോളേജിൽ ഇരുന്ന് കാണേണ്ട ഒരു സിനിമ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കാണേണ്ട സിനിമ, ഫാമിലി ആയിട്ട് കാണുന്നതിനും തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലുള്ള സിനിമകളൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വിട്ടുപോയൊരു കാര്യം, ഈ ഒരു സിനിമയിൽ റിയൽ എക്സാമ്പിൾസ് ഒരുപാട് വരുന്നുണ്ട്. അത് ഞാനൊന്നും പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല. പിന്നെ അതുകൂടാതെ സിനിമേൻ്റെ റെഫറൻസുകളും പലതും വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ വളരെ നൈസായിട്ടാണ് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു വിധപ്പെട്ടിട്ടുള്ള ഒരു 90% സാധനങ്ങളും ഇവിടെ വർക്കാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബീജം ചെയ്ത പുള്ളി, ചിലതൊന്നും എനിക്ക് വർക്കായില്ല, ചിലതൊക്കെ വർക്കായി, ചിലതൊക്കെ അതിമനോഹരമായിട്ട് വർക്കായി. വിനീത് ശ്രീനിവാസൻ ലാസ്റ്റായിട്ട് പാടുന്ന ആ ഒരു പാട്ട്, പിന്നെ ആ ഒരു ക്ലൈമാക്സിൽ മൊമെൻറ്റിൽ വരുന്നൊരു മെലഡി ഉണ്ട്, ഒരു സാഡ് പോലെയുള്ള വളരെ ഫീൽ ചെയ്യുന്നൊരു മെലഡിയൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് അതിരടി ഒരു 100-150 രൂപയ്ക്ക് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്താൽ ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു പടമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ബൈ.